കോൺഗ്രസിനും ഗ്യാരണ്ടികൾ. കേന്ദ്രത്തിൽ മുന്നണി അധികാരത്തിലെത്തിയാൽ പാവപ്പെട്ടവർക്ക് എല്ലാ മാസവും 10 കിലോ റേഷൻ സൗജന്യമായി നൽകുമെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. സമാജ് പാർട്ടി നേതാവ് അഖിലേഷ് യാദവിനൊപ്പം ലക്നൌവിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം. ജൂൺ 4-ന് കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. രാജ്യത്ത് തിരഞ്ഞെടുപ്പിന്റെ 4 ഘട്ടങ്ങൾ കഴിഞ്ഞു. ഇന്ത്യ മുന്നണി ശക്തമായ നിലയിലാണ്. നരേന്ദ്രമോദിയോട് വിട പറയാൻ രാജ്യത്തെ ജനങ്ങൾ തയ്യാറായി കഴിഞ്ഞു എന്നും പറയാൻ തനിക്ക് മടിയില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉത്തർപ്രദേശിൽ നിരവധി BJP നേതാക്കൾ ഭരണഘടന മാറ്റുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. ഇക്കാര്യത്തിൽ മോദി മൗനം പാലിക്കുന്നത് എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തർപ്രദേശിലെ 80-ൽ 79 സീറ്റിലും ഇന്ത്യ മുന്നണി വിജയിക്കുമെന്ന് SP നേതാവ് അഖിലേഷ് യാദവ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വോട്ടെണ്ണുന്ന ജൂൺ 4-ന് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ദിവസമായിരിക്കും. നരേന്ദ്രമോദി അവതരിപ്പിച്ച പ്രധാനമന്ത്രി ഗംഭീർ കല്യാൺ അന്ന യോജന പദ്ധതിക്കുള്ള മറുപടിയായാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രഖ്യാപിച്ച സൗജന്യ റേഷൻ. ഈ പദ്ധതി പ്രകാരം പാവപ്പെട്ടവർക്ക് പ്രതിമാസം 5 കിലോ റേഷനാണ് സൗജന്യമായി ലഭിക്കുക. ഇത് ഇരട്ടിയാക്കിക്കൊണ്ടാണ് ഖാർഗെയുടെ പ്രഖ്യാപനം. കഴിഞ്ഞ മാസത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് കോൺഗ്രസ് ഇതേ വാഗ്ദാനം മുന്നോട്ട് വച്ചിരുന്നു. PM ഗംഭീർ കല്യാൺ അന്ന യോജന പദ്ധതിയുടെ കാലാവധി 5 വർഷം നീട്ടാൻ മോദി സർക്കാർ തീരുമാനിച്ചത് കഴിഞ്ഞ വർഷം നവംബറിലാണ്. ഇതുപ്രകാരം 2024 ജനുവരി 1 മുതൽ 5 വർഷത്തേക്ക് കൂടി പാവപ്പെട്ടവർക്ക് പ്രതിമാസം 5 കിലോ സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കും. രാജ്യത്തെ 80 കോടി പാവപ്പെട്ടവർക്ക് ഇത്തരത്തിൽ സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ നൽകാൻ 11.8 ലക്ഷം കോടി രൂപയാണ് ചെലവ് വരും എന്ന് കണക്ക്. രണ്ടാം മോദി സർക്കാരിന്റെ പ്രധാന പദ്ധതികളിൽ ഒന്നായാണ് ഗംഭീർ കല്യാൺ അന്ന യോജന രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. ഈ പദ്ധതി ലക്ഷ്യമിട്ട് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രഖ്യാപനം. 1972-ലെ കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഗൂർമിട്കൽ മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് 2008 വരെ തുടർച്ചയായി 9 തവണ മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചു. പിന്നീട് 2008 വരെ തുടർച്ചയായി 9 തവണ മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച് ഖാർഗെ സംസ്ഥാനത്ത് കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ രൂപീകൃതമായ മന്ത്രിസഭയിൽ 7 തവണ ക്യാബിനറ്റ് വകുപ്പുകളുടെ ചുമതലയേറ്റു. 3 തവണ കർണാടകയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടെങ്കിലും കോൺഗ്രസ് വിജയിച്ച നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ 1999-ൽ മുഖ്യമന്ത്രിയായ SM കൃഷ്ണയ്ക്ക് വേണ്ടിയും 2004-ൽ മുഖ്യമന്ത്രിയായ ധരംസിംഗിന് വേണ്ടിയും 2013-ൽ മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യയ്ക്കും വേണ്ടിയും വഴിമാറിക്കൊടുത്തു.